സോ ഹേ ഗൈസ്, മേലുകാവ് വ്ളോഗ് പാർട്ട് 4ലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിനെ പോലെ തന്നെ ഈ ഒരു വ്ളോഗിലും കുഞ്ഞാഞ്ഞയും കുഞ്ഞാഞ്ഞയുടെ പരിസരവും ഒക്കെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു വ്ളോഗിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. കുഞ്ഞാഞ്ഞയുടെ ഹാർട്ടായ ചങ്കായ അശ്വിൻ ബ്രോയുടെ ഒരു ഹോം ടൂറാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ഇറ്റ്. അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ മമ്മിയുടെ ചെറിയൊരു ഇൻട്രോ കേട്ടാലോ. ഇതാണ് എൻ്റെ സുന്ദരമായ ഗ്രാമം. ഇതാണ് മേലുകാവ് മറ്റം. ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. 1977 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് ഞാൻ എറണാകുളത്തേക്ക് ജോലി സംബന്ധമായി പോയി. എൻ്റെ കുഞ്ഞാഞ്ഞിയുടെ നാത്തൂൻ്റെ അടുത്തേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നതാണ്. അപ്പൂപ്പൻ താടി. എൻ്റെ കൊച്ചുങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അവർക്കൊരു അത്ഭുതം. ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ തോട്. ഇപ്പം കണ്ടോ, പാവം പോലെ ഇങ്ങനെ ഒട്ടി ഉണങ്ങി കിടക്കുക. പക്ഷെ ഒരു മഴ പെയ്താലുണ്ടല്ലോ സംഗതി ആകെ മാറും. അക്കരെ നിന്നും ഇക്കരെ കടക്കാൻ ഈ ഒരു ചെറിയ പാലം മാത്രമേ ഉള്ളൂ. അശ്വിൻ ബ്രോയും മറ്റ് വീട്ടുകാരും ഈ ഒരു ചെറിയ പാലത്തെയാണ് ആശ്രയിക്കാറ്. ഗ്രാമീണ പ്രകൃതിയുടെ മനോഹാരിതയും ശാന്ത സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഞങ്ങൾ അശ്വിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, അശ്വിൻ ബ്രോ ആൻഡ് ഫാമിലി. പിള്ളേർക്കും ഞങ്ങൾക്കും വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇവിടെ എത്തിയതിന് ശേഷം. കാരണം വേറൊന്നുമല്ല, ഇവിടെ എത്തിയതിന് ശേഷമാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മീൻ കുളങ്ങളും പന്നി ഫാമും കോഴികളും തുടങ്ങി എല്ലാം ഉണ്ടെന്ന്. പിന്നെ ക്രിസ്മസിൻ്റെ ടൈമായിരുന്നു, അവിടെ എല്ലാം പഴക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പാവം പട്ടിക്കുട്ടി പേടിച്ചിരിക്കുമായിരുന്നു. അശ്വിനും അശ്വിൻ്റെ പപ്പയും അമ്മയും കൂടെയാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നിയത്, എൻ്റെ വീട്ടിലും ഇതേപോലെ ഒരു മീൻകുളം സ്ഥാപിക്കണമെന്ന്. പക്ഷേ എൻ്റെ വീട്ടിലെ അക്വേറിയം പോലും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയവും ക്ഷമയും സ്ഥലവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ ഞാൻ ആ ഐഡിയ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. മേലുകാവ് ഭാഗം 3 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇറുക്കാൻ കെട്ടി. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു ജീവിനെ പരിചയപ്പെടാം, നീറുംകുട്ടി ചാത്തൻ. പിന്നെ അശ്വിൻ കാണിച്ചു തന്ന അശ്വിൻ്റെ മെയിൻ ഐറ്റം, ഡെക്കാത്തലിനിൽ നിന്ന് വാങ്ങിയ പുതിയ ഒരു ചൂണ്ട. മീൻപിടുത്തം ഇച്ചിരി കാര്യമായിട്ടാ. പിള്ളേരാണെങ്കിൽ ഇതൊക്കെ കണ്ട് കണ്ണ് തള്ളിയിരിക്കുക. അപ്പൊ ശരി അശ്വിനെ, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒരു രക്ഷയുമില്ലാത്ത ഹോസ്പിറ്റാലിറ്റി. ചുമ്മാതല്ല നീ കുഞ്ഞാഞ്ഞോടെ ചങ്കായി മാറിയത്. തിരികെ വീടെത്തി പിറ്റേ ദിവസം രാവിലെ തന്നെ മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങി. വെയിൽ വന്നപ്പം വാക്കിംഗ് ഒക്കെ നിർത്തി തിരികെ വീടെത്തി അമ്മച്ചിയും കൊച്ചുമക്കളും കൂടി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇപ്പോൾ എറണാകുളത്തിലേക്ക് മടങ്ങാനുള്ള സമയമായിരിക്കുന്നു. കുഞ്ഞാഞ്ഞയുടെയും അമ്മായിയുടെയും ഞങ്ങളോടൊപ്പം ചെലവഴിച്ച സമയം അതിമനോഹരമായിരുന്നു. അമ്മായിയും കുഞ്ഞാഞ്ഞയും എപ്പോഴും സുഖമായും സന്തോഷത്തോടെയും ഇരിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും